ഫുക്രിയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ 4-ാം ദിവസം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ട്. കളി ജയിക്കാൻ 372 റൺ എടുക്കേണ്ട ശ്രീലങ്ക രണ്ടാമത്തെ ഇന്നിങ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റണ്ണാണ് എടുത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും 288 റണ്ണ് നേടേണ്ടതുണ്ട്. 6 വിക്കറ്റ് മാത്രമാണ് കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. പന്ത് ടേൺ ചെയ്യുന്ന പിച്ചിൽ ഒരു ദിവസം മുഴുവൻ 6 വിക്കറ്റ് മാത്രം ബാക്കി നിൽക്കെ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ. കാരണം ശ്രീലങ്ക ഇപ്പോൾ തന്നെ അവരുടെ ക്യാപ്റ്റൻ ധനഞ്ജയ ഡിസിൽവ 31 റണ്ണുമായും ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ച സ്വാനൽ ദിനുഷ 25 റണ്ണുമായും ക്രീസിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ഹോം അഡ്വാൻറ്റേജ്, അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ പിച്ചിൻ്റെ സ്വഭാവമെല്ലാം നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സാധ്യത ഇപ്പോഴും തള്ളിക്കളയാറായിട്ടില്ല. പക്ഷേ ഇന്ത്യക്ക് തന്നെയാണ് രവീന്ദ്ര ജഡേജയെയും മാനവ് സുധാറിനെയും കുൽദീപ് യാദവിനെയും പോലുള്ള സ്പിന്നർമാരുള്ള ഇന്ത്യക്ക് തന്നെയാണ് 5-ാം ദിനത്തിൽ മുൻതൂക്കം എന്നതിൽ തർക്കമില്ല. നേരത്തെ ഇന്ത്യ രണ്ടാമത്തെ ഇന്നിങ്സിൽ തകർച്ച നേരിട്ടിരുന്നു. വെറും 193 റണ്ണ് മാത്രമാണ് ഇന്ത്യ രണ്ടാമത്തെ ഇന്നിങ്സിൽ നേടിയത്. ഋഷഭ് പന്ത് 66 റൺ എടുത്തു. ദേവ്ദത്ത് പടിക്കൽ ആദ്യ ഇന്നിങ്സിൽ 167 റൺ അടിച്ചിരുന്ന ദേവ്ദത്ത് പടിക്കൽ ഈ ഇന്നിങ്സിലും മെച്ചപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചു. 44 റൺ എടുത്തു. ഈ 2 പേർ ഒഴികെ ബാക്കി ആരും തന്നെ കാര്യമായ ബാറ്റിംഗ് കാഴ്ചവെച്ചില്ല. KL രാഹുൽ 35 റൺ എടുത്തത് മറക്കുന്നില്ല. എന്തായാലും ജയിക്കാൻ 372 റണ്ണ് വേണ്ട ശ്രീലങ്ക നിലവിൽ 84 റൺ എടുക്കെ 4 വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ ഇന്ത്യക്ക് തന്നെയാണ് ഈ കളിയിൽ മുൻതൂക്കം. പക്ഷേ 5-ാം ദിവസം മഴയുണ്ടാകുമോ, എത്രത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലപ്പോഴായി മഴ പെയ്തത് കൊണ്ട് 5-ാമത്തെ ദിവസം മഴയെക്കുറിച്ചുള്ള കാലാവസ്ഥാ പ്രവചനം കാത്തിരിക്കേണ്ടതുണ്ട്. മുഴുവൻ സമയവും ഒരു ദിവസം മുഴുവനായി കളി നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കമുണ്ട്. പക്ഷേ അത് നന്നായി പന്തെറിഞ്ഞാൽ മാത്രമേ, അതല്ലെങ്കിൽ മികച്ച ബാറ്റർമാർ തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ ധനഞ്ജയ ഡിസിൽവയും ദിനുഷയും, അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള അവസരം കൊടുക്കാതിരുന്നാൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് ജയിച്ച് കയറാവുന്നതേ ഉള്ളൂ.